അനിമോളുടെ കണ്ണിൽ നിന്നും 2 തുള്ളി വെള്ളം നീര് വന്നിരുന്നാൽ അത് കണ്ണുനീർ. അക്ബറിന്റെ കണ്ണിൽ നിന്നും അതേ 2 തുള്ളി വെള്ളം നീര് വന്നു കഴിഞ്ഞാൽ അത് അക്വയുടെ മിനറൽ വാട്ടർ. ഈ ഒരു സെറ്റപ്പ് കളി അനിമോൾ ഇന്നലെ കളിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം അനിമോളും നെവിനും തമ്മിൽ മുജ മാലു ദുഷ്മൻ ചകട ചകട ആ ഒരു സാധനം ഉണ്ടായിരുന്നു. ഏറ്റവും ഞെട്ടിച്ചൊരു കാര്യം, സാബു മാനെ ഇത്രയും നാള് നമ്മൾ സൂക്ഷ്മദർശിനി വെച്ചിട്ട് ഇങ്ങനെ നോക്കണമായിരുന്നു. സാബു മാൻ ആക്റ്റീവ് ആയിരിക്കുന്നു. അനീഷിനെ വരെ പിടിച്ചിരുത്തി അടിച്ചമർത്തി മൂലക്കിരുത്തിയിരിക്കുകയാണ് നമ്മുടെ സാബു മാൻ. ഈ വിഷയങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് കാണുന്നതിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിലും സബ്സ്ക്രൈബ് ബട്ടനെ പ്ലക്കനെ എന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. അതോടൊപ്പം ഹൈപ്പയിലും പ്ലക്കനെ ക്ലിക്ക് വെച്ച് കൊടുക്കുക. അതോടൊപ്പം കമന്റ് ബോക്സിൽ എന്തെങ്കിലും കമന്റ് ഇടുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അൺസബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്യും. കൂടുതലായിട്ട് ചെയ്യുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കണ്ടന്റ് തന്നെയാണ്. കണ്ടന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നലെ ബിഗ് ബോസിനകത്ത് ടിക്കറ്റ് ടു ഫിനാലയിലേക്ക് പോകാനുള്ള മറ്റേ ബോൾ എറിഞ്ഞ് പിടിക്കുന്ന ഗെയിം തീർന്നിട്ട് രണ്ടാമത് കുറെ ഒരു സാമാനം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിങ്ങനെ എസ്കലേറ്റർ പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിനകത്തുനിന്ന് കുറെ പാവകൾ വരും. പാവകളുടെ പല പല ഭാഗങ്ങൾ, കൈ, കാൽ, ഉടൽ, തല, അങ്ങനെ പല പല ഭാഗങ്ങളായിട്ട് വരും. ഈ ഭാഗങ്ങളെല്ലാം ഈ കണ്ടസ്റ്റൻസ് എടുത്തിട്ട് ഇതിനെല്ലാം കൂടി യോജിപ്പിച്ച് ഇവനെ ഒരു പാവയാക്കണം. അങ്ങനെ ഏറ്റവും കൂടുതൽ പാവയാക്കുന്ന ആളെ വിജയിയായിട്ട് പ്രഖ്യാപിക്കും. ഇതാണ് ടാസ്ക്. അനീഷ് മ്യാസ്മരികമായിട്ട് മുന്നിൽ പോയെന്ന് കളിച്ചു. അപ്പൊ ആദ്യം ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ, അനുമോളൊക്കെ ഫ്രണ്ട് നിൽക്കുക. അപ്പൊ ഏറ്റവും ഫ്രണ്ടില് ഞാൻ ഒന്നാമത്, ഞാൻ പെൺകുട്ടി, ഞാൻ സ്ത്രീ, പരിഗണന എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ട് അനുമോൾ നിൽക്കുകയാണ്. അപ്പൊ അനുമോൾക്കൊക്കെ എടുക്കാമല്ലോ. അനുമോൾ അങ്ങനെ എടുത്തപ്പോൾ അനുമോളുടെ ബാക്കിൽ നിന്നും അക്ബർ ഒരു പാവ എടുക്കാൻ നോക്കിയപ്പോഴത്തേന് അനുമോളുടെ മൂക്കിൽ ടിടി ഇട്ടു, തള്ളു ഇട്ടു എന്ന് ചെയ്തു. അനുമോൾ തുടങ്ങി, ഒരു സ്ത്രീ ഒന്നും പരിഗണന പോലും എനിക്ക് തന്നില്ല, ഞാനൊരു സ്ത്രീയല്ലേ, അവരൊക്കെ മാറി നിന്നൂടെ അങ്ങോട്ട്. സ്ത്രീക്ക് അങ്ങനെ തൊടാൻ പാടില്ലെങ്കിൽ സ്ത്രീ മാറി നിൽക്കണം. അല്ലാതെ ഒരു ഗെയിമിനകത്ത് ഞാൻ സ്ത്രീയാണ് അതുകൊണ്ട് ഞാനെല്ലാം എടുത്തിട്ട് പോട്ട് ഒന്ന് അത് കഴിഞ്ഞിട്ട് പൂച്ച വന്നെടുത്തെന്ന് പറഞ്ഞാൽ അവൻ മാങ്ങ പറിക്കാനാണ് അക്ബർ വിനയനകത്ത് വന്നിരിക്കുന്നത്. അനുമോള് നമ്മൾ കാണുന്ന ചില കൊച്ചു പിള്ളേരെ പോലെ പാവ കിട്ടിയില്ല. അനുമോൾക്ക് പാവ കിട്ടിയില്ല. അനുമോളുടെ പാവയൊക്കെ അക്ബർ കൊണ്ടുപോയി. തുടങ്ങി, ഞാൻ സ്ത്രീ എന്ന പരിഗണന എനിക്ക് തന്നില്ല, ഞാൻ സ്ത്രീയല്ലേ, എന്നെ തൊടാതെ മാറി നിൽക്കണ്ടേ. അതിലേ കൂടി ഇങ്ങനെ ഒരു വെടികൊണ്ട് പോവാണേ. ലക്ഷ്മി ഓടി ചെന്നിട്ട് നെഞ്ചും പിരിച്ചിട്ട് വെക്കടാ എന്നും പറഞ്ഞിട്ട് അതിന്റെ മുമ്പിൽ കയറി നിൽക്കും. ഇതേപോലെ ലക്ഷ്മി ഈ വിഷയത്തിൽ കയറി പിടിച്ചു. അക്ബർ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അക്ബർ അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ തൊടാൻ പാടില്ല, ഇങ്ങനെ തൊടാൻ പാടില്ല. അനിമോളെ സപ്പോർട്ട് ചെയ്ത ലക്ഷ്മി അനിമോള് ചില ലോജിക്കില്ലാത്ത സാധനങ്ങളിൽ കയറി സപ്പോർട്ട് ചെയ്യും. അതിന് പുറകെ നടന്നു കഴിഞ്ഞാൽ പണി കിട്ടും. അത് കഴിയുമ്പോൾ അനീഷ് മാസ ഡയലോഗ്, അക്ബറെ എൻ്റെ ദേഹത്തെങ്ങാനും തൊട്ടാൽ നിന്റെ കയ്യും കാലും ഇവിടെ കിടന്ന് ഉരുളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ തമ്മിലൊരു നൈസ് സാധനം. അക്ബർ അനീഷിന്റെ തലക്കിട്ടൊരു അടിക്കുന്ന സീനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വിടുക, അതൊക്കെ പോട്ട്. അത് കഴിഞ്ഞ് നമ്മുടെ നെവിനിലേക്ക് വരുവാണെങ്കിൽ, നെവിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ നെവിൻ അനിമോളെ ഇഷ്ടമല്ല. അനുമോളെ എങ്ങനെയൊക്കെ ചൊറിയാമോ അങ്ങനെയൊക്കെ ചൊറിയും. അപ്പൊ ഇതിങ്ങനെ എല്ലാവരും ഈ സാമാനം പാവ എടുക്കാനായിട്ട് ഇങ്ങനെ നിരന്ന് നിൽക്കുക. നമ്മുടെ മീശബിരി ഷാനവാസ് ഉണ്ടല്ലോ, ഷാനവാസ് മാറി നിന്നിട്ട് നീയൊക്കെ പാവ എടുക്ക്, എനിക്ക് നിന്റെ ഒന്നും പാവ വേണ്ട, എടുക്ക്, ഞാൻ റെഫർ ചെയ്തിട്ട് ഞാൻ കണ്ടോണ്ടിരിക്കും. ആഹാ നല്ല രസം, ആഹാ അവിടെ കൊള്ളാം എന്ന് പറഞ്ഞ് ഷാനവാസ് ഇത് കണ്ടോണ്ടിരിക്കുകയാണ്. ഷാനവാസിന് ഈ പാവയായിട്ട് ഒരു ബന്ധമില്ല, എനിക്ക് പാവ വേണ്ട, ആ ഒരു സെറ്റപ്പിലാണ് ഷാനവാസ് കളിക്കുന്നത്. നെവിനും അനുമോളും തമ്മിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ, അനുമോള് പാവ എടുത്ത് ഇങ്ങനെ 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 ഇട്ടു. അത് കാലിനടി കൂടെ ഒരു പാവ ഊരി വന്നപ്പോൾ നെവിൻ അവിടുന്ന് ഓരോ പാവകളായിട്ട് അവിടുന്ന് താഴെ നിന്ന് എടുത്തോണ്ട് പോകുന്നു. അത് അനുമോൾക്ക് പ്രശ്നമായി. അനുമോൾ വീണ്ടും കഴിഞ്ഞ് എനിക്ക് മറ്റു പാവ പോയി, എനിക്ക് പാവ വേണ്ട, എല്ലാം കൂടെ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും കരച്ചിൽ കയറുകയൊക്കെ ആയി. അങ്ങനെ നെവിൻ ഇവിടെ എല്ലാം അനുമോള് മാന്തി. അപ്പോൾ അനുമോളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നെവിൻ പാവ എടുത്തപ്പോൾ എൻ്റെ കാലിൽ നൊന്തു, എൻ്റെ കാലിൽ മുറിഞ്ഞു. പക്ഷെ ഞാൻ അവനെ മാന്തി, അത് കുഴപ്പമില്ല, അവന് പാവ എടുത്തിട്ട് പോയി ഞാൻ കണ്ടോണ്ടിരിക്കണോ, ഞാൻ മാന്തും. എടോ, അവൻ താങ്കളെ വേദനിപ്പിച്ചത് തെറ്റാണെങ്കിൽ താങ്കൾ അവനെ വേദനിപ്പിച്ചത് തെറ്റല്ലേ? രണ്ടും മോശം കളിയാണ് കളിക്കുന്നത്. എൻ്റെ ഒരു അനുമാന പ്രകാരം രണ്ടിനെ പിടിച്ച് പുറത്തിറക്കി വിട്ട് കഴിഞ്ഞാൽ പകുതി നല്ല സെറ്റാവും. രണ്ടും ഒരുമാതിരി വൃത്തികെട്ട കളികളാണ് കളിക്കുന്നത്. അങ്ങനെ ഇങ്ങനെ പാവ ഫിറ്റ് ചെയ്ത് ആര്യൻ ഇതിനകത്ത് ഒന്നാമതെത്തി, അനീഷ് രണ്ടാമതെത്തി, ഷോനവാസിനൊന്നും കിട്ടിയില്ല. അതുപോലെ തന്നെ അക്ബറിന്റെയും സാബുമാന്റെയും ഷാനവാസിനും 0. അപ്പോൾ അക്ബറിന്റെ പാവകളൊക്കെ ആരും അടിച്ചിട്ട് പോയി. അക്ബർ ഒരു 20 പാവകളോളം എടുത്തിട്ടുണ്ടായിരുന്നു, അതിനെയെല്ലാം അടിച്ചിട്ട് പോയത് ആരാ? ആദില. അടിച്ചിട്ട് പോയത് മാത്രമല്ല, ഞാൻ കക്കുന്നില്ല കേട്ടോ, ഞാൻ കക്കുന്നില്ല, ആരുടെ കട്ടെ, ഞാൻ കള്ളനല്ല കേട്ടോ എന്നും പറഞ്ഞിട്ട് ആദില കെട്ട്. ആ കക്കൽ ശരിയായില്ല. എന്നിട്ട് അക്ബറിന്റെ അടുത്ത് തന്നെ പോയിട്ട് ഞാൻ കെട്ടില്ലക്കോ,
എനിക്കറിയില്ലക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് ഇവർ തന്നെയാണ് ആദ്യം എല്ലാവരും ഫെയർ ആയിട്ട് കളിക്കണം, ആരും അങ്ങനെ കളിക്കല് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാധനം ഇറക്കിയത്. ഈ ആദിൽ എന്തിനത് കട്ടാന്നറിയാമോ? അവിടെ ടാസ്ക് നടക്കുക, അപ്പൊ എല്ലാവരും ആ കോൺസെൻട്രേഷന് പോകുമ്പോഴാണ് ഈ ആദിൽ പോയി കക്കുന്നത്. ആദിൽ കക്കാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അനിമോൾ, എൻ്റെ ആത്മാർത്ഥ മിത്രമായ ആ മിത്രമായ അനിമോളുടെ മൂക്കിടിച്ച് പരത്തി, അതിനാണ് കക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. അതോടൊപ്പം തന്നെ നെവിനും എന്തൊക്കെയോ എവിടേക്കോ കക്കുന്നുണ്ടായിരുന്നു, അത് ഒരു സംഭവം. രണ്ടാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഈ നെവിനും നമ്മുടെ അനിമോളും തമ്മിലുള്ള ഇഷ്യൂ, അത് നമ്മൾ പറഞ്ഞു. ഇനി ഇതിനകത്ത് മ്യാസ്മരികമായി ഞെട്ടിക്കുന്നൊരു സംഭവം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാബുമാൻ ആക്റ്റീവ് ആയിരിക്കുന്നു. സാബുമാൻ ഒരു സൂപ്പർമാനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാബുമാനെ ഇത്രയും നാളും നമ്മളില്ല ഭൂതക്കണ്ണാടി ഇട്ട് സാബു ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സാബുവിനെ കാണാനേ ഇല്ലായിരുന്നു. അങ്ങനെ നിന്നപ്പോൾ സാബുമാനെ പിടിച്ച് ക്യാപ്റ്റനാക്കി. സാബുമാൻ എന്തായി? സൂപ്പർമാനായിട്ട് അങ്ങ് മാറി. സാബുമാൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അനീഷ് ഈ ഗെയിം പറഞ്ഞിട്ട് ബഹളം വെച്ചു തുടങ്ങിയപ്പോഴത്തേനും ആരെ കൊണ്ടും അവിടെ അടിച്ചമർത്താൻ പറ്റാത്ത, ആരെ കൊണ്ടും അവിടെ പിടിച്ചു നിർത്താൻ പറ്റാത്ത അനീഷിനെ സാബുമാൻ അനീഷേട്ടാ അവിടെ ഇരിക്കട്ടെ, അനീഷേട്ടാ അവിടെ ഇരിക്കുന്നു പറഞ്ഞ് കൊണ്ട് അവിടെ ഇരുത്തുകയും അതിനുശേഷം അനീഷ് ശബ്ദം ഉയർത്തിയപ്പോൾ അനീഷേട്ടാ മിണ്ടാതിരി എന്ന് പറഞ്ഞ് അനീഷിനെ ശബ്ദം താഴ്ത്തുകയും ചെയ്യാൻ സാബുമാനെ കൊണ്ട് സാധിച്ചു. അപ്പോൾ അവിടെ ഇരുന്ന ബാക്കി കണ്ടസ്റ്റൻസ് തന്നെ നെട്ടുന്നു, സാബുമാൻ ഇവനോ അനീഷിനെ പിടിച്ചിരുത്തിയോ എന്നൊരു സാധനം. ദാറ്റ് മീൻസ് പുള്ളിക്കാരന് നല്ല സ്കില്ലുണ്ടേ, നല്ല കഴിവൊക്കെ ഉണ്ട്. പക്ഷേ പുള്ളിക്കാരനത് പുറത്തോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല, കാരണം അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. പുള്ളി നോക്കുമ്പോഴത്തേന് അവനും എല്ലാം അടി. എന്തിനാണ് ഇവനും അടി കൂടുന്നത്? ഈ ഒരു സെറ്റപ്പാണ്. അവിടെ ഒന്ന് തുമ്മി, സാബുമാൻ ഇതുണ്ട് നോക്കൂ, ഇവൻ തുമ്മിയിരിക്കുന്നു, സാബുമാൻ നോക്കൂ അവനെന്നെ പിച്ചയിരിക്കുന്നു, ക്യാപ്റ്റൻ അവനെന്നെ. ഈ ക്യാപ്റ്റനായ വിചാരിക്കും, ഈ സാബുമാൻ ഇപ്പൊ വിചാരിക്കുന്നുണ്ടായിരിക്കും, ഏത് കുരി പിടിച്ച നേരത്താണോ എനിക്കിതിനകത്ത് ക്യാപ്റ്റനാന്ന് തോന്നിയെന്ന് സാബുമാൻ വിചാരിക്കുന്നുണ്ടായോ. ഇതിനകത്ത് മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ അനിമോൾക്കൊരു ശീലമുണ്ട്. കിച്ചൺ എൻ്റെയാണ്, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പൊതിഞ്ഞ് മടക്കി ബാഗിലിട്ട് കൊണ്ടുവന്നെയാണ് ഈ ബിഗ് ബോസ് ഹൗസിലെ കിച്ചണിൽ എനിക്ക് എന്തും എടുക്കാം, എനിക്ക് എന്തും ഉണ്ടാക്കാം, എനിക്ക് എന്ത് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം, മറ്റാരും എടുക്കാൻ പാടില്ല. ഇങ്ങനൊരു സെറ്റപ്പ് ഉണ്ട്. അതിനകത്ത് നെവിൻ ഒരു സവാള ഏതാണ്ട് എടുത്തപ്പോഴത്തേനും അനിമോൾ ഇത് റേഷനാണ്, ഇതെല്ലാവർക്കും വന്നതാണ്, ഇത് തൊടാൻ പറ്റത്തില്ല, നിൽക്കാൻ പറ്റത്തില്ല, തുമ്മാൻ പറ്റത്തില്ല, കടിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബഹളമായിരുന്നു. ആര്യൻ എന്നിട്ട് വിശക്കുന്നെന്ന് പറഞ്ഞിട്ട് വന്നു. അന്നേരം അവിടെ മുട്ടയും പാലും വന്നിരുന്നു. അപ്പൊ ഈ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഈ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ആര്യൻ പോയി നെവിൻ പോയി അത് ചോദ്യം ചെയ്തു, എന്നെ കൊണ്ട് തക്കാളി മറ്റേ സവോള എടുക്കുന്നത് കൊണ്ടിട്ട് നീ എന്താണ് ഈ കാണിക്കുന്നത്? പുള്ളിക്കാരിക്കും അനിമോക്കും വിശക്കുന്നെന്ന് പറഞ്ഞിട്ടാണ് അവിടെ പോയി സാധനം ഉണ്ടാക്കിയത്. എന്നിട്ട് നേരെ തിരിഞ്ഞു, എനിക്ക് വേണ്ട, അതിലേക്ക് ഇവർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്, ഇല്ല എനിക്ക് ആവശ്യമില്ല. ഒരു നന്മ മരം, അതായത് ആ വീട്ടിലുള്ള സകല ആൾക്കാരെ നോക്കി നടത്തി വളർത്തി കൊണ്ടുവരുന്ന ഒരു അമ്മ. അങ്ങനെ ഒരു മാസ്മരിക പ്രശ്നം അതിനകത്തുണ്ടായിരുന്നു. ഇതെന്തിനാണ് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. ഇതിലും വളരെ നല്ല കാര്യമാണ്. ഈ ഒരു കളിയാണെങ്കിൽ അനിമോള് സൂപ്പർ ആയിരിക്കും. അനിമോള് കഴിഞ്ഞ ദിവസം കണ്ടു നെവിന്റെ അമ്മൂമ്മയ്ക്ക് വിളിച്ചിട്ട്, അപ്പൊ അങ്ങനെ വിളിക്കരുത് എന്ന് ആദ്യം നോറ പറഞ്ഞു കൊടുക്കുമ്പോ എന്താ തെറ്റ്? ഞാൻ അമ്മൂമ്മയ്ക്കല്ലേ വിളിച്ചത്, അമ്മൂമ്മയെ പോയി വിളിക്കുന്നല്ലേ പറഞ്ഞത്. എന്നെ അമ്മൂമ്മയെ വിളിച്ചാൽ എനിക്ക് കുഴപ്പമില്ല, പക്ഷെ എൻ്റെ അച്ഛനെ അമ്മയെ വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും. ഒരു എത്തിക്സും ഇല്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. ആരെന്ത് പറഞ്ഞാലും അനിമോൾ അത് അംഗീകരിക്കാനും റെഡിയല്ല. അനിമോൾക്ക് എന്ത് തോന്നുന്നു ആ തോന്നിയ ദിവസം ലാലേട്ടൻ പറഞ്ഞാൽ പോലും ഞാനതൊന്നും അനുസരിക്കില്ല, കേൾക്കില്ല, ആ ഒരു സെറ്റപ്പിലൊക്കെയാണ് അനിമോൾ നിൽക്കുന്നത്. അനിമോളും നെവിനും വളരെ നല്ല രീതിയിൽ വെറുപ്പിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതിരുന്നാൽ തന്നെ പകുതി നല്ലതായിരിക്കും. എൻ്റെ പൊന്നളിയെ നെവിനെ, നിന്റെ തമാശ കണ്ടിട്ടാട്ടോ ആൾക്കാർ കൂടെ നിൽക്കുന്നത്. തമാശ ഇല്ലെന്നുണ്ടെങ്കിൽ അത് ലാസ്റ്റ് നിനക്കൊരു ട്രാജഡി ആയിട്ട് മാറും. പുറത്ത് വന്ന് പാവയെ എടുത്ത് യോജിപ്പിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. ഇവ എങ്ങനെ ഇനി അടിച്ചു മാറ്റുന്നതെന്നുള്ളതായിരിക്കും ഈ സാധനം പിടികിട്ടാത്തത്. ഇതൊക്കെയാണ് എനിക്ക് അതിനകത്ത് നോക്കിയിട്ട് സംസാരിക്കാൻ തോന്നിയ കുറച്ച് കാര്യങ്ങൾ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റുകളായി രേഖപ്പെടുത്തും. മറ്റൊരു ഡേറ്റ് ആണ്. ബൈ.